മാർ ജോർജ് ആലഞ്ചേരിയെ അട്ടിമറിക്കാൻ നിർമ്മിച്ച വ്യാജരേഖയുടെ ഗൂഢാലോചന കൃത്യമായി പുറത്തു വന്നേ പറ്റുകയുള്ളൂ. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു സംശയവും വേണ്ട, ഇനിയും തുടരുക തന്നെ ചെയ്യും. വ്യാജരേഖയുടെ പോലീസ് അന്വേഷിച്ച് കോടതിയിൽ കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിലെ ഇമെയിൽ ട്രാൻസാക്ഷനുകളുടെ കൂലംകക്ഷമായ പരിശോധനയിൽ വ്യാജരേഖാ നിർമ്മാണം തകൃതിയായി നടന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2018 ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ സമാനതകളില്ലാതെയുള്ള പ്രളയവും പ്രളയത്തെ തുടർന്നുള്ള ദുരന്തങ്ങളും നേരിട്ട ഓഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ പകുതി വരെയുള്ള സമയത്താണ് ഇതിന്റെ പീക്ക് ടൈം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വ്യാജരേഖ നിർമ്മിക്കുകയും അത് പരസ്പരം കൈമാറുകയും അതിന്റെ തെറ്റുകുറ്റങ്ങൾ തിരുത്തുകയും ഒക്കെ ചെയ്യുവാനായിട്ട് പരിശ്രമിച്ച ഈ പ്രതികൾ പരസ്പരം ഈ രേഖകളൊക്കെ കൈമാറിയിട്ടുള്ളത് ഫ്ലഡ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ്. ഇപ്പോൾ പ്രതികളായി ചേർക്കപ്പെട്ട ആളുകളെ കൂടാതെ അതിന് ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകളിലേക്ക് അന്വേഷണം പോകാതിരുന്ന സാഹചര്യത്തിലാണ് അത്തരം ഇമെയിലുകളെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തേണ്ടി വന്നത്. മാർ ഭരണികുളങ്ങരയും മാർ എടയന്ത്രത്തും ഇത്തരം സാങ്കേതികമായ കാര്യങ്ങൾ പറഞ്ഞ് മെത്രാന്മാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണ പരിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഒത്തിരിയേറെ കാര്യങ്ങൾ മൂടി വെക്കേണ്ട ആളുകളായതുകൊണ്ടാവാം ഒരുപക്ഷെ മെത്രാന്മാർ ഇത്തരം തെറ്റിദ്ധരിപ്പിക്കലുകളിൽ നിന്ന് കൊടുത്തു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യാജരേഖ കേസിന്റെ ഭാഗമായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈദിക സമിതി റിപ്പോർട്ടിന്റെ ഏതാനും ഭാഗങ്ങൾ കോടതിയുടെ പരിഗണനയിൽ വന്നത് പരിശോധിക്കുമ്പോൾ തന്നെ വലിയ തത്വശാസ്ത്രവും നീതിബോധവും ഒക്കെ വിളിച്ചു പറയുന്ന ആളുകളുടെ അഡ്ജസ്റ്റ്മെന്റിന്റെ കപടമുഖങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അധികാര സ്ഥാനത്തു നിന്നും സ്ഥാനത്യാഗം ചെയ്ത് വിശ്രമ ജീവിതം നയിക്കുന്ന ആലഞ്ചേരി പിതാവിനെതിരെ നടന്ന അട്ടിമറിയെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ ഈ കപടമുഖങ്ങൾ പൊഴിഞ്ഞു വീഴും. അതുകൊണ്ടാണ് സംഘടിതമായി അത്തരം നീക്കത്തെ തകർത്തതെന്ന് ചിന്തിക്കുമ്പോഴാണ് സീറോ മലബാർ സഭയിലെ ചില പിതാക്കന്മാരുടെ നിലപാടിനെ സംശയത്തോടെ കാണേണ്ടി വരുന്നത്. മാർ ഭരണികുളങ്ങരയെ സംബന്ധിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോയാൽ അദ്ദേഹത്തിന്റെ ഫരീദാബാദ് രൂപതയിലെ ചില വൈദികരുടെ പോസ്കോ കേസുകളും ചില രാജ്യവിരുദ്ധ ശക്തികളുമായി ചേർന്നുള്ള സാമ്പത്തിക ഇടപാടിന്റെയും രേഖകൾ അദ്ദേഹത്തിന്റെ ഇമെയിലുകളിൽ നിന്നും അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട രേഖകളിൽ നിന്നും പുറത്തേക്ക് വരുന്ന സാഹചര്യം നിലവിലുണ്ട്. അത്തരം സാഹചര്യത്തിലാണ് മാർ ഭരണികുളങ്ങര സുനഹദോസിൽ പങ്കെടുക്കുന്ന മെത്രാന്മാർക്ക് കൊടുത്ത വാട്സപ്പ് സന്ദേശം മുൻനിർത്തിക്കൊണ്ട് സുനഹദോസ് ആലഞ്ചേരി പിതാവിന്റെ ന്യായമായ ആവശ്യത്തെയും സഭയുടെ നന്മയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടതുമായ അന്വേഷണത്തെ തമസ്കരിച്ചു എന്നുള്ളത് ഗൗരവകരമായി നാം കാണേണ്ടതാണ്. അതുപോലെ തന്നെയാണ് മാഠ്യാരൂപതയുടെ മെത്രാനായ മാർ എടയന്ത്രത്തിന്റെയും രേഖകളുടെ പരിശോധന നടത്തേണ്ടത്. ഈ രണ്ടു പേരിലൂടെ സത്യസന്ധമായ ഒരു അന്വേഷണം മുമ്പോട്ട് പോയാൽ പിടിക്കപ്പെടുന്ന വേറെയും ചില മെത്രാന്മാർ സഭയുടെ സുനഹദോസിൽ ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. സീറോ മലബാർ സഭയുടെ സംവിധാനത്തെയും കേരള കത്തോലിക്ക സഭയുടെ പ്രധാനപ്പെട്ട ചില പിതാക്കന്മാരെയും അട്ടിമറിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി വ്യാജമായി നിർമ്മിക്കപ്പെട്ടതായ രേഖകളെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിന്റെ പകുതി മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ബാക്കി അന്വേഷണം കൂടി നടക്കേണ്ടത് ഈ സഭയുടെ നന്മയ്ക്ക് വേണ്ടി ഉള്ളതാണെന്നതാണ് നിരന്തരം ഈ ആവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സീറോ മലബാർ സഭയിലെ പിതാക്കന്മാരെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അഗ്നിപർവ്വതം ഒരു നാൾ പൊട്ടും. സത്യം മറ നീക്കി പുറത്തു വരട്ടെ.